ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൺ. ഇപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു റെസിപ്പീസ് പോലും എനിക്ക് ഓണം റെസിപ്പീസായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ തീം പുഡിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സദ്യ തീം പുഡിംഗ്, ഓണം സദ്യ തീം പുഡിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ കാഷ്യൂ പുഡിംഗാണ്. ഈ ഒരു കാഷ്യൂ പുഡിങ്ങിനെയാണ് ഞാനൊരു ഓണം സദ്യ തീമാക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 30 ഗ്രാമോളം കാഷ്യൂ, എണ്ണം പറയാമെന്ന് വെച്ചാൽ ഒരു 10-25ഓളം ഉണ്ടാവും. കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് ആദ്യം കുതിർത്ത് വെക്കണം. എന്നാൽ അടിച്ചെടുക്കുമ്പോൾ, മിക്സിയിൽ അടിച്ചെടുക്കുമ്പം പെട്ടെന്ന് തന്നെ നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടും. കുറച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഞാൻ കുറച്ച് ചൂടുള്ള പാലങ്ങനെ ഒഴിച്ചിട്ട് അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് ഞാൻ എടുത്തത്. അതും കുറച്ച് പച്ചവെള്ളത്തിലാണ് കുതിർത്തിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. രണ്ടും ഒരു 10-15 മിനിറ്റ് ഒന്ന് അവിടെ സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ സെയിം വാട്ടർ തന്നെയാണ് ഞാനിപ്പം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് ഞാനിപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ആ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പം ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാണ്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു പുഡിങ്ങിന് ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലാറ്റിനും യൂസ് ചെയ്യാം. ജലാറ്റിൻ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊരു കാഷ്യൂൻ്റെ മിക്സ് റെഡിയാക്കണം. അപ്പോൾ കാഷ്യൂ മിക്സ് എങ്ങനെയാണ് റെഡിയാക്കുക വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് പാല് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരണം. എന്നിട്ടാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പാല് ചൂടാവുന്ന സമയത്തേക്കും നമുക്ക് കാഷ്യൂ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ പാലോട് കൂടി തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇനിയിപ്പം പാൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളച്ച് പൊങ്ങുന്ന ആ ഒരു പരുവത്തിലാവുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര എപ്പോഴും നമ്മളിങ്ങനെയുള്ള സ്വീറ്റ്സ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാക്കണം. കാരണം ഇതെന്തായാലും തണുപ്പിക്കാനായിട്ട് വെക്കുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ. അപ്പം തണുത്ത് വരുമ്പം അതിൻ്റെ ആ ഒരു സ്വീറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി, ആ ഒരു പഞ്ചസാരയൊക്കെ പാലിൽ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ കാഷ്യൂൻ്റെ പേസ്റ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഈ കാഷ്യൂ നമ്മൾ അരച്ചെടുക്കുമ്പം കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ബൈറ്റിലും തരികളിങ്ങനെ കാഷ്യൂൻ്റെ ആ ഒരു ചെറിയ ചെറിയ പീസൊക്കെ കടിക്കാൻ കിട്ടാൻ അതും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഇപ്പം പാലിൽ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് മിൽക്ക് മെയ്ഡ്, കുറച്ച് കാഷ്യൂം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മിൽക്ക് മെയ്ഡ്. പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് കൂട്ടിയാൽ അതും അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സും ഇവിടെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ഒന്ന് ചൂടാറണം. അതായത് നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം രണ്ടും ഒരേ ചൂടിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. ഈ കാഷ്യൂൻ്റെ പാലിൻ്റെ മിക്സും അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സും ഒരേ ചൂടായിരിക്കണം. അങ്ങനെ ആവുമ്പം രണ്ടും മിക്സ് ആക്കി കൊടുക്കാം. അപ്പം രണ്ടും ഒരേ ചൂടിലായപ്പം ഞാൻ ഈ പാലിൻ്റെ മിക്സിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് മുഴുവനായിട്ട് ഇതിലേക്ക് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അത് വഴിയേ നമുക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒരു 50 ഗ്രാം മതിയാവും കേട്ടോ ചൈന ഗ്രാസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിപ്പം പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചൂടാറിയാൽ ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റാകാനായിട്ട് വെക്കാം. സെറ്റായതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നന്നായി റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇതിപ്പം ബാക്കി വന്ന ചൈന ഗ്രാസ് ഞാൻ ജെല്ലി ആക്കിയിട്ട് വെച്ചതാണ്. പുഡിംഗ് ഞാൻ തലേ ദിവസമാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പം ആ ഒരു സദ്യ തീം ചെയ്യാനായിട്ട് ഞാൻ പിറ്റേ ദിവസമാണ്, ഇന്നലെയാണ് അതിൻ്റെ ആ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്.
അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു സദ്യയിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിലിപ്പം ചെയ്യുന്നുള്ളൂ. അതായത് പച്ചടി, അവിയൽ, കൂട്ടുകറി, അച്ചാർ, തോരൻ, പിന്നെ ചോറ്, സാമ്പാർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനിത് റെഡിയാക്കുന്നത് പച്ചടിയാണ്. പച്ചടി എന്ന് പറയുമ്പം എന്തായാലും ഞാൻ സാധാരണ നമ്മുടെ വൈറ്റ് കളറിലുള്ള ആ ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പം വെള്ളരി വെച്ചിട്ടുള്ള പച്ചടി ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ് ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ജെല്ലി ഉണ്ടല്ലോ, ചൈന ഗ്രാസിൻ്റെ ജെല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയതാണ്. അതവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു സദ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലയിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഇലക്ക് വേണ്ടിയിട്ടുള്ളൊരു പച്ച കളറ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതെല്ലാം വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യുന്നത്. അപ്പം വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ കൊടുത്ത് നന്നായി ഒന്ന് കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ഗ്രീൻ കളറ് നമ്മൾ ആ പുഡിങ്ങിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് പിസ്ത ഫ്ലേവേർഡാണ്. വിപ്പിംഗ് ക്രീമും ആ ഒരു പിസ്ത ഫ്ലേവറും പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ പാല് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതാണ് നമ്മളിനി ആ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ഇലയായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പം പുഡിങ് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ഉച്ചക്കാണ് ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലയുടെ ഒരു ഷേപ്പ് നമുക്ക് ആക്കാൻ പറ്റില്ല, ഇലയുടെ ഷേപ്പായിട്ട് കിട്ടില്ല. പക്ഷേ ആ ഒരു ഇതിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ബ്രഷിൽ ഇതേപോലെ ഒന്ന് ഗ്രീൻ കളർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇല 2 സൈഡിലായിട്ടാണല്ലോ ഉണ്ടാവുക. അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇലൻ്റെ ആ ഒരു ഷേപ്പ് ഞാൻ ആക്കി എടുക്കുന്നുണ്ട് ഗ്രീൻ കളർ വെച്ചിട്ട്. അങ്ങനെ ഇപ്പം ഇല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ പച്ചടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചടിയിൽ കടുക് മണി ഇങ്ങനെ കാണുമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു ബ്ലാക്ക് ഗണേഷ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചടി വെച്ചു, ഇനിയിപ്പം അവിയൽ, കൂട്ടുകറി ഇതൊക്കെ റെഡിയാക്കണമല്ലോ. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് മാംഗോ ഫ്ലേവേർഡ് യെല്ലോ കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് എന്തായാലും വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അപ്പം ആ ഒരു വെജിറ്റബിൾസിന് ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ്, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, ഇത് 3ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാനായിട്ട് എന്തായാലും തേങ്ങൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അവിയൽ റെഡിയാക്കിയത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ റെഡിയാക്കിയത് ആ ഇലയിൽ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പച്ചടി റെഡിയായി, അവിയലും റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് കൂട്ടുകറി ആക്കണം. കൂട്ടുകറിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ബനോഫി പൈ ഉണ്ടാക്കിയപ്പം മിൽക്ക് മെയ്ഡിൻ്റെ ടോഫി, ആ ഒരു ടോഫി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോക്കോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്കോ ചിപ്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡി ആവാനായിട്ട് കുറച്ച് പാൽ, 1 ടീസ്പൂൺ പാലും കൂടെ ഇട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ അത്യാവശ്യം പോരാൻ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോക്കോ ചിപ്സ് ആ ഒരു കടലയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ അങ്ങനെ അങ്ങ് ഒന്നുകൂടെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഇലയിൽ ഇപ്പം പച്ചടിയും അവിയലും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അച്ചാർ വേണം. അച്ചാറിന് ഞാൻ കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ ഇതിലേക്ക് ചെറീസാണ് വെച്ച് കൊടുക്കുന്നത്. അച്ചാറിൻ്റെ ആ ഒരു പീസസിനായിട്ട് 2-3 ചെറീസ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കളറ് പോരാത്തതുകൊണ്ട് കുറച്ച് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇലയിലേക്ക് അങ്ങനെ അങ്ങ് വിളമ്പാം. ഇനിയിപ്പം അടുത്തത് ചോറാണ്. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് കാഷ്യൂ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, നന്നായിട്ട് പൗഡർ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട്
ചോറിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സാമ്പാറാണ് വേണ്ടത്. അപ്പം സാമ്പാറിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു മിൽക്ക് മെയ്ഡ് ടോഫി, ആ ഒരു ടോഫി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാൽ, ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കും കുറച്ച് വെജിറ്റബിൾസ് വേണം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തത്. ഗ്രീനും യെല്ലോവും ഓറഞ്ചും ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ ചോറും സാമ്പാറും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ പറയുക, ഉപ്പേരി ഉണ്ടല്ലോ, കായുപ്പേരി, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പേടയാണ്. അപ്പോൾ ആ ഒരു പേട കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ തോരൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൽമണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് യെല്ലോ കളർ കൊടുത്തതാണ്. പപ്പടം ശരിക്കും എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ പഴം, നേന്ത്രപ്പഴം ചെറിയ 2 പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഓണസദ്യ. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണം നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ആഘോഷിക്കാം. ഈ പറഞ്ഞ സദ്യ ഒന്നും ഇല്ലാണ്ട് ഓണവും അതുപോലെ ബിരിയാണി ഇല്ലാണ്ട് ഒരു പെരുന്നാളും ഇല്ല. അപ്പം എന്തായാലും വീട്ടിലുള്ള ആൾക്കാർക്ക് സമൃദ്ധമായ ഒരു സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. പിന്നെ ഈ ഒരു പുഡിങ്ങിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ കാഷ്യൂ പുഡിംഗ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ ഞാൻ പിന്നെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എടുത്ത അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 40 ഗ്രാമോളം കാഷ്യൂ, ഒരു പാക്കറ്റ് പാല്, 50 ഗ്രാം ചൈന ഗ്രാസ്, ഇതാണേ അളവ്, കാഷ്യൂ പുഡിങ്ങിൻ്റെ അളവ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബദാം പുഡിങ്ങും ചെയ്യാം ഇതേ അളവിൽ തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ടാറ്റാ.